രേണു എന്നാണ്, സോറി, രേണു എന്നാണ് എൻ്റെ യഥാർത്ഥ നെയിം. ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ തങ്കച്ചൻ. ആ പേരിൽ ഞാൻ 2 പേരിൽ ഞാൻ അഭിമാനിക്കുന്നു. രേഷ്മ പി തങ്കച്ചൻ, രേഷ്മ പി തങ്കച്ചൻ. അതുപോലെ എൻ്റെ സുധിച്ചേട്ടന് ഇഷ്ടമുള്ള പേര് രേണു സുധി, എനിക്കിഷ്ടം രേണു എന്നാണ്. അതുകൊണ്ട് ഞാൻ രേണു സുധി, രേണു സുധി, രേണു സുധി. രേഷ്മ പി തങ്കച്ചൻ എൻ്റെ ഇഷ്ടമുള്ള സമയത്ത് ഒഫീഷ്യലായിട്ട് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പറയും. ഓക്കെ, അതിന് പാത്ത് വെച്ച പേരൊന്നും അല്ല രേഷ്മ പി തങ്കച്ചൻ. കുറെ നാളായി തുടങ്ങിയിട്ട്. വൈ യു ആർ ആംഗ്രി? ഓക്കെ, നമുക്ക് മനസ്സിലായി. പക്ഷെ ഈ രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള പേര് നമുക്ക് ഉപയോഗിക്കാമല്ലോ. നിങ്ങൾ ഒഫീഷ്യലി നിങ്ങളുടെ പേര് രേഷ്മ പി തങ്കച്ചൻ എന്നല്ലേ, രേണു സുധി എന്നങ്ങ് മാറ്റിയിട്ടില്ലല്ലോ. ഗസറ്റിൽ അപ്ലൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. രേഷ്മ പി തങ്കച്ചൻ അത് മതി, അതാണ് കറക്റ്റ്. തങ്കച്ചന്റെ ഒരു സ്വഭാവവും രേഷ്മയുടെ ഒരു സ്വഭാവവും വെച്ചിട്ട് കറക്റ്റ്, അതാണ് കറക്റ്റ്. അങ്ങനെ മതി, അങ്ങനെ നമ്മൾ പറയത്തുള്ളൂ. രേണുവിന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കോൺട്രവേഴ്സികൾ പിന്നെയും രംഗത്ത് വന്നിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. അതുമായിട്ട് ബന്ധപ്പെട്ട് രേണുവിന്റെ ചാനലിൽ, രേഷ്മ പി തങ്കച്ചന്റെ ചാനലിൽ അവർ തന്നെ ഒരു വീഡിയോ അവരത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധിയുടെ വീട്, അങ്ങനെ പറയാൻ പാടില്ലല്ലോ, രേഷ്മ പി തങ്കച്ചന്റെ വീട് ഇപ്പോൾ വളരെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. രേഷ്മ പി തങ്കച്ചന്റെ വീടല്ല, മക്കളുടെ വീട്. പക്ഷേ രേഷ്മ പി തങ്കച്ചനും തങ്കച്ചൻ ചേട്ടനും കൂടെ കൈവശം വെച്ചിരിക്കുന്ന വീട്. ഈ വീടിന്റെ നിലവിലെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴ ഇങ്ങനെ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ അവർ പറയുന്ന ഡയറക്ഷനിൽ ആ വെള്ളം ഒഴുകുന്നില്ല. വെള്ളം വേറൊരു ഡയറക്ഷനിൽ ഒഴുകി മതിലുമായിട്ട് ചേർന്ന് കെട്ടിപ്പുണർന്ന് മതിലിനെ തള്ളിയിടാൻ നോക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പൊ ഈ പ്രശ്നം മതിലാണോ അതോ മഴയാണോ അതോ ആരാന്നൊരു പിടിയും കിട്ടിയില്ല. ഈ മതിൽ സ്പോൺസർ ചെയ്തത് മറുനാടൻ മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മതിലാണ് ഇപ്പോഴത്തെ പ്രശ്നം. നമുക്ക് ഏതായാലും ആദ്യം രേണു പറയുന്ന കുറച്ച് കാര്യങ്ങളോടെ കേട്ടിട്ട് നമുക്ക് പോവാം. സ്ഥാനമില്ലാത്ത വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേഹത്ത് ഏൽക്കുന്നില്ല, ഞാനിതൊന്നും കാണുന്നില്ലെങ്കിൽ പോലും ഓരോരുത്തർ എനിക്ക് ഇതിന്റെ ഹെഡിങ് സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരാറുണ്ട്. അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ കാണുന്നത് തന്നെ. നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഫ്രണ്ട്സ് അയച്ചു തരുന്ന സ്ക്രീൻഷോട്ട് കാണുന്നേ? അപ്പൊ ബേസിക്കലി ഈ സ്ക്രീൻഷോട്ട് മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ ഒരു മൊത്തം വീഡിയോയെ മൂല്യനിർണ്ണയം ചെയ്യുന്നത്. ഈ തംബ്നെയിൽ ഇടുന്ന ക്നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അതിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടിരുന്നൊരു സാധനമാണ്. അതിനകത്ത് പറയുന്ന സാധനമായിട്ട് ബന്ധമുള്ളതോ ബന്ധമില്ലാത്തതോ ആയ സാധനങ്ങളായിരിക്കും അതിനകത്ത് പറയുന്നത്. ആ വീഡിയോ കാണാതെ നിങ്ങൾ എങ്ങനെ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ വീഡിയോ കാണൂ, വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയൂ. അവരൊരു സ്ക്രീൻഷോട്ട് അയച്ചെന്ന്, അയ്യോ എന്നെ കുറ്റം പറഞ്ഞു, ഇത് ഫുള്ള് നെഗറ്റീവ്. തംബ്നെയിൽ എടുത്ത് വെച്ചിട്ട് ആ തംബ്നെയിലിനെയാണ് ഇവർ വിമർശിക്കുന്നത്. സമയമില്ല പുള്ളിക്കാരിക്ക്, വീഡിയോ ഒന്നും കണ്ടിരിക്കാൻ സമയമില്ല. ഓടിയിട്ട് രാത്രി 5 മണിക്ക് ട്രെയിൻ പിടിച്ച് വരാനുള്ള. എന്റെ ഫ്രണ്ട്സ് സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്, അല്ലാതെ ഇതൊന്നും മുഴുവൻ. എടാ, ആരാണ് ഇത്രയും നല്ല ഫ്രണ്ട്സ്? ഈ ഫ്രണ്ട്സിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറെ കയറ്റുന്നതാണ്. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്നും അല്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ ഇത്രയും കോൺട്രവേഴ്സി നിൽക്കുന്നു, നിങ്ങൾ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആവുന്നു, ആ സാധനം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചേക്കാം. ഒരു മനസ്സുഖം, അവള് കാണട്ടെ, അവൾക്ക് കൊള്ളണം. അതാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ വരുന്ന നെഗറ്റിവിറ്റി തടയാനല്ലേ നോക്കണ്ടേ? അവർക്കെതിരെ നെഗറ്റീവ് സ്ക്രീൻഷോട്ട് പിടിച്ചോ, രേണു ഒന്ന് പിടിച്ചോ. അതാണ് ഫ്രണ്ട്സ്. നല്ല നല്ല ഫ്രണ്ട്സ് ആട്ടോ. എന്റെ ഫ്രണ്ട്സിനെ പോലത്തെ ഫ്രണ്ട്സ് ആണ് തോന്നുന്നു. ചെന്നാൽ രേണു സുധി ഇതൊന്നും കാണത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ടാണ് ഇപ്പൊ എന്തായാലും രേണു സുധി ഇത് കാണത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെന്തിനാ അതിനെതിരെ കൊണ്ട് കേസ് കൊടുത്തേ? പിന്നെന്തിനാണ് ഈ ബ്ലോഗേഴ്സ് എന്ത് പറഞ്ഞാലും അതിന്റെ ഇതൊന്നും പുള്ളിക്കാരി കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ബ്ലോഗർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂ വരും അതിനെ ന്യായീകരിച്ചിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. ഫ്രണ്ട്സ് സ്ക്രീൻഷോട്ട് അയച്ചത് എനിക്കറിയത്തില്ല. നിങ്ങൾ കാണുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാൻ വരുന്നേ? നമുക്ക് ഈ വീഡിയോ നോക്കുമ്പോഴത്തേനുവേ ഇതിനകത്ത് ഇത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നില്ലേ, ആ വീടിന് ഗ്ലാസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ മതിലാണ് പ്രശ്നം. പക്ഷെ അവർ വീടിന് ഗ്ലാസ് ഇട്ട് കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. ഇവരുടെ വീടിന് ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തെ അവർ വന്ന് പരിഹരിച്ചു. അവർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പരിഹരിച്ച സാധനത്തിനെ കുറിച്ച് ഇവർ പറയുന്നില്ല. നന്ദി ഇല്ലായ്മയുടെ ദ എക്സ്ട്രീം പീക്ക് ടീംസ് ആണ് ഈ രേഷ്മ പി തങ്കച്ചനും തങ്കച്ചൻ ചേട്ടനും. പക്ഷെ ഇപ്പൊ മതിലാണ് പ്രശ്നം. മറ്റേത് സോൾവ് ചെയ്യുന്ന പറയത്തില്ല. ഫിറോസിക്കൊക്കെ പേരായാലോ. ഇനി രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കൊണ്ട് പണിത് തന്ന മതിലാണ്. എന്തായാലും മതിലിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞല്ലോ. അതെ, അതിന്റെ ഡീറ്റെയിൽ പപ്പ സംസാരിക്കും. ഞാൻ പപ്പാടെ കൂടെ എനിക്ക് ഇത്രയും സംസാരിക്കാൻ സമയമുള്ളൂ. എനിക്ക് ഇത്ര സംസാരിക്കാൻ സമയമുള്ളൂ. എനിക്ക് സമയമില്ല. എനിക്ക് പോയിട്ട് 4 വിവാദം ഉണ്ടാക്കാനുള്ളതാ. 4 വിവാദം എടുത്ത് ഇഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയാലേ നാളെ രാവിലെ ഇന്റർവ്യൂവിന് മെയിൻ സ്ട്രീം വീഡിയോസ് വരത്തുള്ളൂ. എന്നാലും എനിക്ക് 5000 രൂപ കിട്ടത്തുള്ളൂ. അവരതിൽ ഇവരെ നന്നായിട്ട് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് അവരും ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ രേണു 1 വീതം 3 നേരം എവിടെങ്കിലും പോയിട്ട് ഇഡലി പുഴുങ്ങുന്ന പോലെ വിവാദം പുഴുങ്ങിയെടുത്തോണ്ട് വരും.
ഇനി ഈ തങ്കം ചേട്ടനാണ് ഈ ഇതിനകത്ത് മൊത്തം കിടന്ന് മെഴുകുന്നത്. അപ്പൊ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ എനിക്കിന് സമയമില്ലെന്ന് പറഞ്ഞ് പോയിട്ട് ഈ വീടിന് മൊത്തം ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് തേരാ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരിക്ക് സമയമില്ലാതിരുന്നത്. നമ്മുടെ തങ്കം ചേട്ടൻ പറയുന്ന സാധനങ്ങൾ നമുക്ക്, തങ്കച്ചൻ ചേട്ടൻ പറയുന്ന സാധനങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ മഴ മാറുന്നതിൽ പിടിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്തി പോലെ വെട്ടി ഓവിൻ്റെ അങ്ങോട്ട് വെച്ചിരിക്കുക. അപ്പം ഇവിടുന്ന് വരുന്ന വെള്ളവും ഇവിടെ പുല്ല് ഞാൻ പറിച്ച് കളയാതെ നിർത്തിയിരിക്കുക. അവിടെ പറിച്ച് കളയാതെ വരും. ഇപ്പോൾ ഈ മഴ മാറിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഈ ഓവ് നിറഞ്ഞ് ഓവ് പോകും. ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകും. അതാണ് അവസ്ഥ. ആയതിനാൽ എന്താണ് ഇതൊക്കെ എല്ലാവരും താമസിക്കുന്ന വീടിന് ചെയ്യുന്നതാണ്. ഹേ, അപ്പൊ അവിടോട്ട് വെള്ളം പോകരുത്, ഇവിടാണ് ഓവെങ്കിൽ ഇങ്ങനെ വെട്ടി ഈ ഓവിൽ കൂടെ പുറത്ത് കളയിക്കുക എന്നുള്ളത് എല്ലാ വീട്ടിലും എല്ലാവരും ചെയ്യുന്ന സാധനമാണ്. ഇത് ലോകത്താദ്യമായിട്ടാണ് ഒരാൾ കണ്ടുപിടിക്കുന്നത്. അവിടുന്ന് മഴവെള്ളം വരുമ്പോഴത്തേന് ഇങ്ങനെ ചാല് പോലെ വെട്ടിക്കഴിഞ്ഞ് ഈ ഓവിലൂടെ ഇറങ്ങി പോകുമെന്ന് കണ്ടുപിടിച്ച ആദ്യ മനുഷ്യനാണ് ഇദ്ദേഹം. സ്വന്തം വീടിന്റെ കൊടുത്ത വീടിന്റെ ഒരു വെള്ളം പോകാതിരിക്കാൻ ചാല് വെട്ടിയതാണ് ഈ പുള്ളിക്കാരൻ ഇത്ര വലിയ അടുത്ത പ്രാവശ്യം മഴ വീഴുമ്പോൾ മഴയോട് പറയണം, മഴയെ അങ്ങോട്ട് പോകരുത്, വെള്ളം എന്താ ഇതിലേ കൂടെ ഒഴുകി ഈ ഓവിൽ കൂടെ ഇറങ്ങി പുറത്തേക്ക് പോക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയ വിളിച്ചിട്ട് എൻ്റെ ഇന്റർവ്യൂ കൊടുക്കും എന്ന് പറഞ്ഞേക്കണം കേട്ടോ. ബാക്കി പറച്ചേട്ടാ. പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ വെറും നികൃഷ്ടയായ ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളൂ. കാരണം ഞാനും അങ്ങനെ കരുതത്തുള്ളൂ. ഈ സാജൻസ് കറി എന്ന് പറയുന്ന യൂട്യൂബർ വെറും നികൃഷ്ടനാണ്. ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലൊരു മനുഷ്യന് അങ്ങനെ ഒരു വീട് താമസയോഗ്യമാക്കി നൽകിയതിന് ചേറ്റ ഇദ്ദേഹം പോയി ചുറ്റുമതിൽ കെട്ടുമോ? അവിടെ ഇപ്പം അങ്ങനെ ചുറ്റുമതിൽ കെട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവിടെ അങ്ങനെ മതിൽ ഇല്ലെന്നുള്ള പ്രശ്നമല്ലേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു മതിൽ വന്നതുകൊണ്ട് അതിൽ വിള്ളലായി, അതിലെ വെള്ളം മറ്റേ കോമ്പസ് വെച്ച് നോക്കാതെ ഇതിലേ കൂടെ ഒഴുകിപ്പോയി. അതുകൊണ്ട് ഈ മതിൽ പൊളിഞ്ഞു പോയി. അതുകൊണ്ട് അയാൾ നികൃഷ്ട ജീവിയാണ്. നിങ്ങൾക്ക് മതിൽ പണിയാൻ പറ്റുമായിരുന്നു ആ സമയത്ത്? അയാൾ മതിൽ പണിഞ്ഞ് തന്നില്ലയോ? അപ്പോൾ നമ്മൾ ബാക്കി ഞാൻ പറയാം. ഈ മതിൽ എടുത്തേ, ഈ മതിൽ ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരടിയുടെ കുറവുണ്ട്. ആ അടി കിട്ടി മറിഞ്ഞ് വീണ് കഴിഞ്ഞ് ഈ പ്രശ്നം തീരും. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ വീടിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ, വീടിന് പറഞ്ഞ പ്രശ്നങ്ങൾ 2600 രൂപയുടെ ഗ്ലാസ് ഷീറ്റ് മേടിച്ചിട്ടാണ് അവരെ പ്രശ്നം പരിഹരിച്ചത്. ഇത് ചെയ്യാനുള്ള പ്രാപ്തി ഇവർക്കില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്കറിയാമല്ലോ അല്ലേ? അപ്പോ അത് സോൾവ് ആക്കി എന്നിവർ പറയുന്നില്ല. ഇവരെപ്പോഴും പറയുന്നത് മതിലിന്റെ ഇടത്തെ സൈഡിലൊരു വലത്തെ സൈഡിലൂടെ ഒരു വിള്ളൽ ഇങ്ങനെ വന്നിട്ട് അതിലൂടെ വെള്ളം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേ വിട്ടപ്പോ ആ വെള്ളം എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് അതിലേ ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി പറ. മതില് ഈ സൈഡ് മണ്ണെടുത്തിട്ട് ആണ് ഈ മതിൽ കെട്ടിയിരിക്കുന്നത്. ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ തങ്കം ചേട്ടൻ നേരത്തെ ഇദ്ദേഹം ഈ ബിൽഡിംഗ് പണിക്കൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പൊ ഇയാൾ കാണിക്കുന്ന ഒരു പൊട്ടൽ, ചീറ്റൽ, മാന്തൽ ഞാൻ കാണിച്ചു തരാം. ആ മതിലിലോട്ട് വെള്ളം പോയാൽ അത് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നടുക്കിങ്ങനെ വെട്ടി കുഴിച്ച് വെച്ചിരിക്കുക. ഈ ഓവ് വരുന്നിടത്തോട്ട് ഇവിടെ ഇതൊന്ന് കാണിച്ചു, ഇത് ഇടിഞ്ഞിട്ട് ഈ പുല്ല് പറിച്ചു കഴിഞ്ഞാൽ ഇത് താഴോട്ട് വരും. പുല്ല് പറിച്ചു കഴിഞ്ഞാൽ ഇത് താഴോട്ട് വരും. എന്താണ്ട് ഈ കാണുന്ന ഒരു പൊട്ടലിനെയാണ് നമ്മുടെ തങ്കം ചേട്ടൻ ഈ കിടന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ഒരു ബിൽഡിംഗ് പണിക്കാരനായിരുന്നു, താങ്കൾക്ക് ഈ പണി അറിയാന്ന് പറയുന്നത്. സിമെന്റ് ഇച്ചിരി എടുത്ത് കുഴച്ചിങ്ങനെ തേച്ചാ പോരെ? എന്താ തേക്കാത്തെ? സിമെന്റ് മേടിക്കണം, കടയിൽ പോകണം, അതിനൊരു 50 രൂപ കൊടുക്കണം, മണലിട്ടിക്കണം, അതിന് കുറച്ച് പൈസ കൊടുക്കണം, പിന്നെ അത് കുഴയ്ക്കണം, എന്നിട്ട് അവിടെ ഇട്ട് തേക്കണം. നിങ്ങൾക്ക് വീട് തന്നവരെ, നിങ്ങളെ സഹായിച്ചവരെ തേച്ച തേപ്പ് തേക്കണ്ടല്ലോ ഈ മതിലൊന്ന് ശരിയാക്കാനുള്ള തേപ്പ് തേക്കാനായിട്ട്. അത് പറ്റത്തില്ല. സാജൻസ് കറിയ വന്ന് തേക്കണം. എനിക്ക് ഈ മതിൽ പണിഞ്ഞു തന്നുകൊണ്ട് സാജൻസ് കറിയ നികൃഷ്ട ജീവിയാണ്. സാജൻസ് കറിയ മറുനാടൻ മലയാളിയുടെ അവരുടെ മറ്റേ സ്റ്റുഡിയോയിൽ നിന്ന് അവരെല്ലാം കലപ്പ എന്തിയ കർഷകന് വേണ്ടി കലപ്പയും മമ്മട്ടിയും കോടാലിയും സിമെന്റും മറ്റേ എടുത്ത് പരട്ടുന്ന സാധനമൊക്കെ വന്നിട്ട് അവരവിടെ നിന്ന് കുഴച്ച് ഓരോ സിമെന്റ് കെട്ട വീട്ടിൽ പോയി പുഴുങ്ങി ഉണ്ടാക്കി വെച്ച് പണിഞ്ഞു കൊടുത്ത മതിലാണോ ഇത്? അവര് സ്പോൺസറാണ് ചെയ്തത്. അവരാ മതിലിന് പൈസ കൊടുത്തിട്ട് വേറൊരാളല്ലേ മതിൽ പണിഞ്ഞ്. സാജൻസ് കറി അവിടെ വന്നിരുന്ന് പണി വരുന്നത് നിങ്ങളുടെ മതില്. അപ്പൊ നിങ്ങൾ ആരെ ശരിക്കും കുറ്റം പറയണ്ടേ? നിങ്ങൾ കുറ്റമല്ല പറയണ്ടേ, ഫസ്റ്റിലെ അവരെ നല്ല രീതിക്ക് അപ്രോച്ച് ചെയ്യണമായിരുന്നു. ഇനി മതിൽ തീർന്നു കഴിയുമ്പോൾ അടുത്ത തേങ്ങയായിട്ട് വരും. ആ തേങ്ങയായിട്ട് വരുമ്പോൾ നമുക്ക് അതേ തേങ്ങയായിട്ട് വരാം. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ചൈൽഡ് ഇതിൽ നിന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അത് മനഃപൂർവ്വമായി കോൺട്രവേഴ്സി ഉണ്ടാക്കി ആ കോൺട്രവേഴ്സി വീണ്ടും കോൺട്രവേഴ്സിയായി. പുള്ളിക്കാരോട് ചോദിക്കുമ്പോൾ താങ്കൾക്ക് ഇങ്ങനെ വീട് തന്നപ്പോൾ അവരോട് അവരുടെ പേര് പറയാതിരിക്കുക എന്നൊരു കടപ്പാട് നമ്മൾ കാണിക്കണേ. അവരോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. അവരോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. അത് മസ്റ്റ്. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. ആദ്യം ബിനു എന്ന് പറയുന്ന ആരാണോ അറിയില്ല, മറ്റേ വീണ അറിയില്ല,
അത് ഫാൻ എങ്ങനെ വേണേൽ അത് പപ്പ ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾക്ക് മാത്രമേ നിങ്ങൾ മറുപടി പറയത്തുള്ളൂ. മറ്റൊരു വീട് തന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട്, നിങ്ങളെ സഹായിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങളെ വെറുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സഹായിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സമൂഹത്തിൽ തലപൊക്കി നടക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ടായിരുന്നു അറിയോ? നിങ്ങളെ സഹായിക്കണ്ടായിരുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാഴ്ച. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തും. മറ്റൊരു വരാം. ബൈ.